ഉന്മേല എലസുകൾക്കും പെരുസുകൾക്കും പൊടുസുകൾക്കും പാമരനുക്കും കോമരികൾക്കും ലൗസ്. അങ്ങനെയല്ലേ? ഉന്മേല എലസുകൾക്കും പെരുസുകൾക്കും പൊടുസുകൾക്കും പാമരനുക്കും കോമരികൾക്കും ലൗസ് കുക്കുക്കുളിപ്പാവ ഹൗസ്. അറങ്കമതിരട്ടുമേ വിസില് പറക്കട്ടുമേ. എന്താ പാട്ട്? കറങ്കളൊസറട്ടുമേ ടേക്ക് ഓവർ ഒട്ട് മൊത്തമേ. കുക്കുക്കുളി പവ ഹൗസ് എന്നേക്കും കുറയാത മൗസ്. അനിരുദ്ധിൻ്റെ അത്രയും നമുക്ക് പാടാൻ പറ്റില്ല, അത് വേറെ കാര്യം. നമ്മൾ പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് പാടി നോക്കിയത് മാത്രം. അതിനുശേഷം വരുന്ന പരിപാടി എന്താണ്? ഉന്മേല എലസുകൾക്കും പെരുസുകൾക്കും പൊടുസുകൾക്കും പാമരനുക്കും കോമരികൾക്കും ലൗസ് കുക്കുക്കുളി പവ ഹൗസ്. അന്തമാതിരി എനർജിയൊക്കെ കിടച്ച ഒരു വേറെ ലെവല് എൻജോയ് ചെയ്ത് പവറായിട്ട് പാടായിരുന്നു. പക്ഷെ ഇത് 1-2 തവണ ഞാൻ ശ്രമിക്കണു, നാട്ടക്കണില്ല. ഇനി മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പി പോണ അവസ്ഥയാണ്, ചോരയും പോവും വേണമെങ്കിൽ. അറങ്കമതിരട്ടുമേ വിസില് പറക്കട്ടുമേ കരങ്ങളോ സുരട്ടുമേ ടേക്ക് ഓവർ ഒട്ട് മൊത്തമേ കുക്കുക്കുളി പവ ഹൗസ് എന്നേക്കും കുറയാത മൗസ്. ഉന്മേല എലസുകൾക്കും പെരുസുകൾക്കും പൊടുസുകൾക്കും പാമരനുക്കും കോമരകൾക്കും ലൗസ് കുക്കുക്കുളി പവ ഹൗസ്. ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ പാടി വെറുപ്പിക്കണില്ല. ഇപ്പം കാണിച്ചത് വെറും ചീപ്പ് വേലയാണെന്നുള്ളത് എനിക്കറിയാം. എല്ലാവരും ക്ഷമിക്കുക കേട്ടാ, പ്ലീസ് എല്ലാവരും ക്ഷമിക്കുക. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ചീപ്പ്നെസ്സിൻ്റെ അളവ് 100-ൽ മാർക്ക് കിട്ടോ, യാതൊരു കുഴപ്പമില്ല, മാർക്ക് കിട്ടോ. തെറി വിളിക്കാതിരുന്നാൽ മതി. നമുക്ക് ഏതായാലും ഒറിജിനൽ കേൾക്കാം. പവർ സാധനം, ഞാൻ ഓൾറെഡി സാധനം കേട്ടു. അപ്പോൾ ഇത് കേട്ടിട്ട് വൈബ് സാധനം, ത്രില്ലായി. അതുകൊണ്ടാണ് എനിക്കൊന്ന് പാടി നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പാടിയത്. അപ്പോൾ ഒറിജിനൽ കേൾക്കാട്ടാ. വൈബ് സാധനം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, മാസം പവർ.
നിങ്ങൾ ക്രിഞ്ചായിട്ട് പോകുന്നില്ല. എൻജോയ് മാൻ, എൻജോയ്. പൊളി പൊളി സാധനം, വൈബ് സാധനം. ക്ലെയിം കിട്ടുമോ, കിണ്ടി കിട്ടുമോ, മറ്റത് കിട്ടുമോ, മറിച്ചത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കുറേ കാലമായിട്ട് ഞാൻ ഈ സോങ് റിയാക്ഷനും പരിപാടിയൊന്നും ചെയ്യാറില്ല. ഇത് പിന്നെ എന്താ പറയുക, ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഫുള്ളിരുന്ന് കേട്ടപ്പോൾ ഭയങ്കര വൈബ്. ഇതിപ്പോൾ നമ്മൾ സൈഡിൽ ഫോണ് സ്പീക്കറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇരുന്നിട്ടാണല്ലോ കേൾക്കണം, അപ്പം വോളിയം കുറവായിട്ടായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ കേട്ടത് മൊത്തം വലിയ വോയിസിലൊക്കെ, ഇവിടെ സ്പീക്കറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് കേട്ടത്. ഒരേ വൈബ് സാധനം. അപ്പം ഇത് കേട്ടപ്പോൾ എന്താ പറയുക, വീണ്ടും കേൾക്കാൻ വേണ്ടി തുടങ്ങി, മീൻസ് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ക്ലെയിം കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എന്താ ഇപ്പം ചെയ്യാൻ വേണ്ടി പറ്റുക, ബട്ട് ലെറ്റ്സ് എൻജോയ് എന്നുള്ളൊരു മൂഡിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്. ക്ലെയിം കിട്ടുന്നതൊക്കെ ഓക്കെ, ചാനൽ അടിച്ചു പോകാതിരുന്നാൽ മതി. പുതിയ നിയമം എന്തൊക്കെയൊക്കെയോ വന്നിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അടിച്ചു പോവോ, എന്തായാലും പവറായി. അറങ്കമതിരട്ടുമേ വിസില് പറക്കട്ടുമേ കറങ്ങൾ ഒസരട്ടുമേ ടേക്ക് ഓവർ ഒട്ടുമൊത്തമേ. ഇത് ഞാൻ ഗൂഗിളിൽ പോയിട്ടേ കൂലി പവർ ഹൗസ് സോങ് ലിറിക്സ് എന്ന് അടിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷനാണ് ആക്ച്വലി കിട്ടിയത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് പാടി വെക്കണത്. കുക്ക് കൂലി പവർ ഹൗസ് എനക്കും കുറയാതെ മൗസ ഉന്മേല എൽസുകൾക്കും പെർസുകൾക്കും പൊടുസുകൾക്കും പാവറിനക്കും കോമറികൾക്കും ലൗസ് കൂലി പവർ ഹൗസ്. ഇത്ര പറയാനല്ലോ, വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ സംഗതി ചീപ്പ് വേലയാണെന്നറിയാം. നിങ്ങൾ ആ ചീപ്നെസ്സിന് മാർക്ക് കിട്ടോ, കുഴപ്പമില്ല. എനിക്കിതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ഞാനിരുന്ന് പാടി നോക്കി, പാട്ട് റിയാക്റ്റും ചെയ്തു. ഇത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങളും എൻജോയ് ചെയ്യും, നിങ്ങളും ഉസാറാക്കി വിട്, ഇത്രേ പറയാനുള്ളൂ. ബൈ. പടം വരട്ടെ, കലക്കട്ടെ. ലോകേഷിൻ്റെ ഇൻ്റർവ്യൂ ഞാനിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. മൂപ്പര് ഹീസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ് പ്രോജക്റ്റ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ആമീർ ഖാൻ്റെ ഒക്കെ മ്യൂസിക് ഏത് റേഞ്ചായിരിക്കും ആവോ അല്ലേ? ഇത് ഇപ്പിടിതാ, അപ്പം അത് എപ്പിടി ഇരിക്കോ, വേറെ മാതിരി ഇരിക്കോ അല്ലേ?